മസാലക്കറിയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 അയിലയാണ് എടുത്തിരിക്കുന്നത്. അയില അത് നന്നായി വൃത്തിയായി വെട്ടി കഴുകി വെള്ളമൊക്കെ ഊർന്നു പോകാനായിട്ട് വെച്ചിരിക്കുന്ന അയലയാണ് 3 അയല. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം പുളി. ഞാനിപ്പോൾ ഒരു പുളി ചെറുതായതുകൊണ്ട് ഒരു 2 കഷ്ണം എടുത്തിട്ടുണ്ട്. 2 കഷ്ണം കുടംപുളി, പച്ചമുളക് നിങ്ങളുടെ എരിവ് ആവശ്യത്തിന്, പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഇതിപ്പം 1ഉം 2ഉം തേങ്ങാപ്പാലാണ്. അരമുറി തേങ്ങയുടെ 1ഉം 2ഉം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതാണ്. തേങ്ങാപ്പാൽ നിർബന്ധമില്ല, പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തു. അതിലേക്ക് ആദ്യം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 മതി. 3 അയിലയല്ലേ ഉള്ളൂ, അതനുസരിച്ച് നിങ്ങൾക്ക് കഷ്ണം കൂടുന്നതനുസരിച്ച് പൊടികളിൽ വ്യത്യാസം വരുത്തണം അളവിൽ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം. അങ്ങനെ ഞാനിതൊന്ന് വെള്ളത്തിൽ കലക്കിയെടുത്ത് കൊണ്ടുവരട്ടെ. വെള്ളം ഒഴിച്ച് ഞാനിത് കലക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയും പച്ചമുളകും അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ല എല്ലാം കൂടെ ചെല്ലുമ്പം ഭയങ്കര എരിവായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ഇടുന്നില്ല. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അപ്പോൾ ചട്ടി ചൂടാകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് അല്പം കുറച്ച് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തേക്ക് ഒരു 2-3 ഇല കറിവേപ്പിലയും, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയൊക്കെ കളറ് അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കഷ്ണങ്ങൾ കൂടുന്ന അനുസരിച്ച് പൊടികളുടെ അളവിൽ മാറ്റം വരുത്തണം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഒരു 9 കഷ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് 3 അയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പൊടികളുടെ അളവ് കുറച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കഷ്ണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പൊടികളുടെ അളവിൽ മാറ്റം വരുത്തണം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മീൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം ആ മസാലയിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റാം. നമുക്ക് ആവശ്യത്തിന് മീനിന് ആവശ്യമായിട്ട് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം.
പിന്നെ തേങ്ങാപ്പാലും കൂടെ വരാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി പെട്ടെന്ന് സോക്കാനായിട്ട് നിങ്ങൾ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കത് കുതിർന്ന് കിട്ടും. അതും കൂടെ ചേർത്ത് ഇനി ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ആ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കാം. ഇനി തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ചേർത്ത മസാലയുടെ. ഈ സമയത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ഈ തവി കൊണ്ട് ഒന്ന് ആ ഗ്രേവിയിലേക്കൊന്ന് മുക്കി കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വേകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കറി വാങ്ങിയെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ബാക്കി കൂടി വേവിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കുക. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്രേവി ടേസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇതെല്ലാം ടേസ്റ്റൊക്കെ കറക്റ്റാണ്. ഗരം മസാല ഒരല്പം മുന്നിട്ട് നിൽക്കണം. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. അപ്പം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ചാറൊക്കെ ഒന്ന് വറ്റി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് നോക്കാം. കുത്തി ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ലെങ്കിൽ ഈ സ്റ്റേജ് കൊണ്ട് നിർത്താം. ലാസ്റ്റ് ഒരു 1-2 ഇതള് കറിവേപ്പിലയും നമ്മുടെ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് വാങ്ങിയെടുക്കാം. ഇങ്ങനെയും കറി ടേസ്റ്റാണ്. കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ നമ്മൾ പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 1-2 തേങ്ങാപ്പാലായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ 1-2 തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനിതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകുവാണ്. നിങ്ങൾ 1-ാം തേങ്ങാപ്പാൽ മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ ഒരിക്കലും ഇതുപോലെ തിളയ്ക്കാൻ പാടില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ 1-2 തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് കൊണ്ട് തിളപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾ 1-ാമത്തെ തേങ്ങാപ്പാൽ മാത്രമേ അവസാനം ചേർക്കുന്നുള്ളെങ്കിൽ ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. കറി പിരിഞ്ഞു പോകും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒന്നുകൂടി കുറുകും. അപ്പം നിങ്ങളുടെ ഗ്രേവിയുടെ ഒരു തിക്നെസ് നിങ്ങൾ നോക്കിയിട്ട് വേണം അതനുസരിച്ച് കറി ഓഫ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പം ഉപ്പും പുളിയൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യുക. അതനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് കറിവേപ്പിലയും ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള നമ്മുടെ മസാലയിലിട്ട
മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം. ആ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി.